എല്ലാവർക്കും നമസ്കാരം. മാത്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോർഡ് മാസ് റൂൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ ബോർഡ് മാസ് റൂളിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ക്ലാസ് ആണിത്. ഇത് നമുക്ക് കുറച്ച് ഫ്രാക്ഷൻസും കൂടി വരും, കുറച്ച് ഫ്രാക്ഷൻസും അതുപോലെ കുറച്ച് വലുതായിട്ട് വരുന്ന സംഖ്യകൾ, അത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 3 ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം 2/3 × 6 + 5/2 - 2 of 2 + 7. ഇവിടെ ഞാൻ ചിഹ്നം ഇടാൻ വിട്ടുപോയതല്ല, ഇവിടെ ബ്രാക്കറ്റ് കഴിഞ്ഞാൽ നേരെ 2 ഇട്ടേക്കും. അതുപോലെ ഇവിടെ വരുമ്പോൾ 21 കഴിഞ്ഞ് നേരെ ബ്രാക്കറ്റ് ഇടും, ഇതിന്റെ ഇടയിൽ ചിഹ്നമില്ല. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ചിഹ്നം ഇട്ടിട്ടില്ല എന്ന് തോന്നും. അവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് അവിടെ ചിഹ്നം വരത്തില്ല, ചിഹ്നം തന്നിട്ടില്ല എങ്കിൽ അതിനർത്ഥം അവിടെ എന്തുണ്ടെന്നാണ്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെന്നാണ്. അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യും. ഇപ്പൊ 5/2 - 2 ആദ്യം സോൾവ് ചെയ്യണം. ബാക്കിയുള്ളതിന് നമ്മൾ അതുപോലെ എഴുതി 2/3 × 6. ഇതിപ്പോ ഞാൻ തുടക്കത്തിൽ വളരെ ബേസിക് ആയിട്ട്, അതായത് ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ ബേസിക് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ടേമായിട്ട് ചെയ്തു പോകുന്നത്. നമ്മൾ കുറച്ചൊന്ന് ചെയ്ത് എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ റൂള് മനസ്സിലാക്കി തന്നെ, അതായത് റൂള് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഓർഡറിൽ ചെയ്ത് പോകാനായിട്ട് പറ്റും. അതിപ്പോ ഇവിടെ പ്ലസ് ഉണ്ട്, അപ്പൊ ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അത് കുറച്ച് ചെയ്ത് പ്രാക്ടീസ് ആയി വരുന്നതിനനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെയാവും. ഓക്കെ, ഇപ്പൊ നോക്കാം 2/3 × 6 + 5/2 - 2. 5/2 നിന്ന് 2 കുറയ്ക്കണം. ഇവിടെ ഫ്രാക്ഷനും ഒരു നമ്പറും കുറയ്ക്കാനാണ് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ LCM മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ മനസ്സിലൊന്ന് ചിന്തിക്കാം. 5/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 5നെ പകുതിയാക്കാം. ഏതൊരു നമ്പറിനെയും 17/2, 28/2 ഇങ്ങനെ ഏതൊരു നമ്പറിനെയും ഡിനോമിനേറ്ററിൽ 2 വന്നു കഴിഞ്ഞാൽ എളുപ്പം എന്ന് പറയുന്നത് മനസ്സിൽ ചിന്തിക്കുന്നത് തന്നെയാണ്. 2 വന്നാൽ അതിന്റെ അർത്ഥം പകുതിയാക്കുക, 17നെ പകുതിയാക്കുക, അല്ലെങ്കിൽ 28നെ പകുതിയാക്കുക, അങ്ങനെയാണ് ചിന്തിക്കുക. അപ്പൊ 5നെ പകുതിയാക്കുക, 5ന്റെ പകുതി എത്രയാണ്? 2.5 അല്ലെ? 5ന്റെ പകുതി 2.5. 2.5യിൽ നിന്ന് ഞാൻ 2നെ അങ്ങ് മാറ്റും. അപ്പൊ എന്റെ കയ്യിൽ 2.5 ഉണ്ട്. ആ 2 നിന്ന് 2 അങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് കിട്ടും? അര ഇല്ലേ? അര എന്ന് പറയുമ്പോൾ 1/2. ഓക്കെ, ഇത് നമുക്ക് പേപ്പറിൽ എഴുതി ചെയ്യാം. എഴുതി ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. 5/2 - 2. ഇതിന്റെ അടിയിൽ നമ്മളൊരു 1 ഉണ്ട് എന്ന് സങ്കല്പിക്കും. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ക്ലാസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് 5/2 - 2 ഡിനോമിനേറ്ററിൽ എന്തുണ്ടെന്ന് സങ്കല്പിക്കുക, 1 ഉണ്ട് എന്ന് സങ്കല്പിക്കുക, വെറുതെ സംഖ്യ വരുമ്പോൾ. ഇനി ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ആദ്യം ഇങ്ങോട്ട് തന്നെ ചെയ്യണം. 1 × 5 5, ഇടയിലെ ചിഹ്നം എന്താണ്? മൈനസ്. അടുത്ത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 4 ഡിവൈഡ് ബൈ, അടുത്തവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 1 2. ഓക്കെ, ആദ്യം ഇങ്ങോട്ട് അങ്ങോട്ട് തമ്മിൽ, ആദ്യം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 5 5, ഇടയിലെ ചിഹ്നം അതുപോലെ. 2 × 2 4, ഡിനോമിനേറ്റർ 2 × 1 2. സോ 5ൽ നിന്ന് 4 കുറച്ചാൽ 5ൽ 4 പോയാൽ എത്രയാണ്? 1. ഡിനോമിനേറ്റർ 2 1/2. ഇതേ സെയിം പ്രോസസ് ആണ് നമ്മൾ മനസ്സിൽ ചിന്തിച്ചത്. ഡിനോമിനേറ്ററിൽ 2 വരുമ്പോൾ എല്ലായ്പ്പോഴും എളുപ്പം എന്ന് പറയുന്നത് മനസ്സിൽ ചിന്തിക്കുന്നത് തന്നെയായിരിക്കും. കാരണം നമുക്ക് ഏതൊരു നമ്പറിനെ പകുതി എടുക്കാൻ എളുപ്പമല്ലേ, ഏതൊരു നമ്പറിനെ പകുതിയാക്കാൻ നമുക്ക് എളുപ്പമാണ് മനസ്സിൽ. അപ്പൊ ബാക്കി ഇനി എന്തുണ്ട് പുറത്ത്? ഇത് ബ്രാക്കറ്റ് അകത്താണ് കിടക്കുന്നത്, ഒരു 2 ഉണ്ട്. ആ പുറത്ത് 2 ഇങ്ങനെ കിടക്കുന്നതാണ് ഞാൻ വീണ്ടും ബ്രാക്കറ്റ് ഇട്ടത്. +7. ഓക്കെ, ഇനി ഇവിടെ ഇൻറ്റു വന്നു കഴിഞ്ഞാൽ മീനിങ് എന്താണെന്ന് അറിയാം, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് അറിയാം ഇല്ലേ? അതുപോലെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് കിടക്കുന്നത്. സോ 2 × 6 എത്ര കിട്ടും? 12 ഡിവൈഡ് ബൈ 3 പ്ലസ് 1 × 2 2 ഡിവൈഡ് ബൈ 2 പ്ലസ് 7. 12നെ 3 കൊണ്ട് ഭാഗിച്ചാൽ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. പ്ലസ് 2നെ 2 കൊണ്ട് ഭാഗിച്ചാൽ 1 എന്ന് കിട്ടും. പ്ലസ് 7 4 1 5 5 7 12 ആണ് എൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ ഭാഗം വരുമ്പോൾ ശ്രദ്ധിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് നമ്പറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ പറയുമ്പോൾ വെറുതെ രണ്ട് നമ്പറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. 3 × 2 നമുക്ക് എല്ലാവർക്കും അറിയാം 6 ആണെന്ന് അറിയാം. ഇപ്പൊ 2/3 × 2 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ മുകളിൽ കിടക്കുന്ന ആൾക്കാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, താഴത്തെ സംഖ്യ അതുപോലെ എഴുതുക, വേറെ ഒരു മാറ്റവും ഇല്ല. 2 × 2 4 എന്ന് കിട്ടും. സോ 4 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. അല്ലാതെ അതിൽ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അതാണ് ഇവിടെയും ചെയ്തത്. 2 × 6 12, ഡിനോമിനേറ്റർ 3 അതുപോലെ എഴുതി. ഇവിടെ 1 × 2 2, ഡിനോമിനേറ്റർ 2 അതുപോലെ എഴുതി. പ്ലസ് 7 അതുപോലെ കൊടുത്തു. അതിനുശേഷം ഇവിടെ ഡിവൈഡ് ചെയ്തു 7. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. 7/6 × 12 - 21 × 2/7 + 1 + 7. ഞാൻ ആദ്യം ഫസ്റ്റ് ടേമുകളെല്ലാം അതുപോലെ എഴുതി. +12 - 21 ബ്രാക്കറ്റിനകം നമുക്ക് സോൾവ് ചെയ്യാം. 2/7 + 1 ഇതല്ലേ വന്നേക്കുന്നത്. ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 1 × 2 എത്രയാണ്? 2 പ്ലസ് 7 × 1 എത്രയാണ്? 7 ഡിവൈഡ് ബൈ 7 × 1 എത്രയാണ്? 7. ഓക്കെ, ആദ്യം ഇങ്ങോട്ടേക്ക് പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ ഇവർ തമ്മിൽ 1ന് ഇങ്ങോട്ട് തന്നെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 2 2, ഇടയിലെ ചിഹ്നം പ്ലസ് 7 × 1 7, ഡിനോമിനേറ്ററിൽ 7 × 1 7.
ഓക്കെ, അപ്പോൾ 7 8 9 9/7 എന്ന് കിട്ടും ഇവിടെ. 9/7 പ്ലസ് 7. ഓക്കെ അല്ലേ? ഇവിടെ ഇനി നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. 7 × 12 7 × 12 എത്ര കിട്ടും? 7 × 10 70 84 ഡിവൈഡ് ബൈ 6 മൈനസ് ഇവിടെ 21 × 9 189/7 പ്ലസ് 7. ബേസിക് ഫോർമാറ്റിൽ പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇത്രയും വലിയ നമ്പറൊക്കെ വന്നത് നമ്മൾ കുറച്ച് 1-2 ക്ലാസ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന ഫ്രാക്ഷനെയൊക്കെ സിംപ്ലിഫൈ ചെയ്യാനുള്ള എളുപ്പ രീതികൾ പറയും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇതിനെ 14 എന്നൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ആ രീതിയിലോട്ടൊക്കെ നമുക്ക് വരാം. ഇപ്പൊ ഇവിടെ 86-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 86 കൊണ്ട് ഡിവൈഡ് എത്ര കിട്ടും? 14 എന്ന് കിട്ടും. മൈനസ് 189-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 27 എന്ന് കിട്ടും. പ്ലസ് 7. ഓക്കെ, 14 മൈനസ് 27 പ്ലസ് 7. 14 നിന്ന് 27 കുറയ്ക്കണം. 14 നിന്ന് 27 കുറച്ചാൽ എത്ര കിട്ടും? നമ്മൾ ഇത്രയും നാൾ കുറച്ച് ശീലിച്ചതെല്ലാം വലിയ സംഖ്യയിൽ നിന്ന് ചെറുതാണ് ഇല്ലേ? ഇവിടെ ഇപ്പോൾ ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 14 നിന്ന് 27 കുറയ്ക്കാൻ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. വലുതിൽ നിന്ന് ചെറുതിനെയും കുറയ്ക്കാം. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. 2 സംഖ്യകളെ തമ്മിൽ കുറയ്ക്കാൻ പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കുക. വലിയ നമ്പറിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഈ ചിഹ്നം? ഒരു നമ്പറിന്റെ മുന്നിൽ കിടക്കുന്നതാണ് അതിന്റെ ചിഹ്നം. ഓക്കെ, ഇവിടെ 14ന്റെ മുന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതായത് അതിന്റെ അർത്ഥം അവിടെ എന്തുണ്ട്? പോസിറ്റീവ് ഉണ്ടെന്നാണ്. അപ്പൊ വെറുതെ പോസിറ്റീവ് വരുമ്പോൾ നമ്മൾ എഴുതാറില്ല. അവിടെ എന്തുണ്ട്? പോസിറ്റീവ് ഉണ്ട് എന്നാണ് മീനിങ്. അപ്പോൾ ഒരു നമ്പറിന്റെ മുന്നിലാണ് അതിന്റെ ചിഹ്നം. അപ്പോൾ 27 14 മൈനസ് 27 ചെയ്യാൻ പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 27 14 കുറയ്ക്കുക. 27 14 കുറച്ചാൽ എത്ര കിട്ടും? 13 എന്ന് കിട്ടും ഇല്ലേ? 13. വലുതിന്റെ ചിഹ്നം മൈനസ്. ഓക്കെ, മൈനസ് 13. ബാക്കി ആരുണ്ട്? പ്ലസ് 7. വീണ്ടും പ്ലസും മൈനസും വന്നാൽ മൈനസ് കുറയ്ക്കണം. പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ മൈനസ് ചെയ്യണം. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. 13-ൽ നിന്ന് 7 കുറച്ചാൽ എത്ര കിട്ടും? 13-ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ 6 കിട്ടും. വലുതിന്റെ ചിഹ്നം മൈനസ്. അപ്പോൾ ഇവിടെ ഉത്തരം -6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ ആണ് -6 എന്ന് വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഈ ചിഹ്നങ്ങൾ വരുമ്പോൾ കൺഫ്യൂസ് ഉള്ള കുറച്ച് പേര് കാണും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചിഹ്നങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഉത്തരം എങ്ങനെയാണെന്നുള്ളത് ചെയ്യാം. ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. 5 - 3 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അതിനുശേഷം ഓഫ് ചെയ്യാം. 7 of 3 2 പ്ലസ് 7 × 3 7 × 3 21 പ്ലസ് 2 ഡിവൈഡ് ബൈ 2 എന്നാൽ 2 ഡിവൈഡ് ബൈ 2. ഓക്കെ, 2 ഡിവൈഡ് ബൈ 2 എത്ര എന്ന് കിട്ടും? 1 കിട്ടും ഇല്ലേ? ഒരു സംഖ്യയെ അതേ നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ ഉത്തരം എല്ലായ്പ്പോഴും 1 ആയിരിക്കും. സോ 2 + 21 + 1 21 3 24. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം 7 × 6 ഡിവൈഡ് ബൈ 3 പ്ലസ് 24 - 4 × 6. സോ ബാക്കി ആദ്യമുള്ള ടേമുകളെല്ലാം ഞാൻ അതുപോലെ തന്നെ എഴുതുന്നു. പ്ലസ് 24 - 4 അത് ബ്രാക്കറ്റിനകത്താണ്. അതിനകത്ത് ആദ്യം സോൾവ് ചെയ്യാം. അപ്പോൾ 20 കിട്ടും × 6. അടുത്ത ഡിവിഷൻ ചെയ്യാം. 6-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും? 2 അല്ലേ? 6-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. 3-ന്റെ ടേബിൾ പറഞ്ഞു നോക്കിയത് 1 3 3 2 3 അല്ലേ 6. സോ 7 × 2 പ്ലസ് 20 × 6. 7 × 2 എത്ര കിട്ടും? 14 പ്ലസ് 20 × 6 എത്ര കിട്ടും? 20 × 6 സൈഡിൽ കുറിച്ച് നോക്കുക. 20 × 6 120. സോ 120 14 134. ഓക്കെ, ഇനി ലാസ്റ്റ് ചോദ്യം. അപ്പൊ ഞാൻ മുകളിലത്തെ ചോദ്യം മാറ്റുവാണ്. അവസാനത്തെ ചോദ്യത്തിന്റെ ആൻസർ ഒരു വരെ ഞാൻ ഇവിടെ ചെയ്യാം. ആദ്യം 14 ഡിവൈഡ് ബൈ 2 ഡിവിഷൻ ഉണ്ട്. നമുക്കിവിടെ നിന്ന് ചെയ്യാം. 14 ഡിവൈഡ് ബൈ 2 × 3 പ്ലസ് 7 ഓഫ് 2 പ്ലസ് 36. 36-നോട് 2 കൂട്ടിയാൽ എത്ര കിട്ടും? 38 -18. ഓക്കെ, അടുത്തായിട്ട് ഓഫ് ചെയ്യണം. 7 ഓഫ് 38 എന്ത് ചെയ്യും? 38 × 7 7 8 56 6 ശിഷ്ടം 5 3 71 5 26 266 എന്ന് കിട്ടും. സോ ഇത്രയും ചെയ്യുമ്പോൾ 266. നമുക്ക് ഇവിടെ നോക്കാം. 14 ഡിവൈഡ് ബൈ 2 ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ 4 ടേം ഉണ്ട്. ആദ്യം ഡിവിഷൻ ചെയ്യാം. 14 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 7. സോ 7 × 3 പ്ലസ് 2 66 - 8 എന്നായി. അടുത്തായിട്ട് 7 × 3 മൾട്ടിപ്ലിക്കേഷൻ 21 പ്ലസ് 266 - 18. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു? ഇവരെ തമ്മിലും കുറയ്ക്കാം. 266-ൽ 18 പോയാൽ നമുക്കിതിനെ പിരിച്ച് മനസ്സിൽ ചെയ്യാം. ഈ 18-നെ ഒരു 10ഉം 8ഉം ചേരുമ്പോഴല്ലേ 18 ആവുന്നത്. അപ്പൊ ആദ്യം 266-ൽ ഒരു 10 കുറയ്ക്കാം. എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിൽ ഒരു 8 കുറയ്ക്കാം. ഓക്കെ, 18 എന്ന് പറയുന്ന സംഖ്യ ഒറ്റയടിക്ക് കുറയ്ക്കുന്നതിന് പകരം ഞാൻ ആ 18-നെ 10 8 എന്ന് രണ്ടായിട്ട് പിരിച്ചു. എന്നിട്ട് 266-ന് ആദ്യം 10 കുറയ്ക്കുന്നു. കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് 8 കുറയ്ക്കും. സോ 266-ൽ നിന്ന് 10 കുറച്ചാൽ 256 ഇല്ലേ? 10 കുറയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും എളുപ്പമാണ്. അടുത്തൊരു 8 കുറയണം.
56-ൽ നിന്ന് 8 കുറച്ചാൽ എത്ര കിട്ടും? 48. സോ 248 എന്നായിട്ട് മാറും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ചെയ്യുന്ന പോലെ വെള്ളമെടുത്ത് കുറയ്ക്കേണ്ടി വരും. അങ്ങനെയല്ല മനസ്സിൽ ചിന്തിക്കാം. ഈ 18 എന്ന് പറയുന്ന സംഖ്യ എഴുതി കുറയ്ക്കുന്നതിന് വരെ മനസ്സിൽ ചെയ്യാനായിട്ട് ശരിക്കാം. 18നെ എങ്ങനെ പിരിക്കാം? 10 എന്നും 8 എന്നും പിരിക്കാം. സോ ആദ്യം ഒരു 10 കുറയ്ക്കാം, പിന്നെ ഒരു 8 കുറയ്ക്കാം. ഓക്കെ. അപ്പോൾ 21 പ്ലസ് 248 എന്നായിട്ട് മാറും. 248നോട് 21 കൂട്ടിയാൽ 269. അപ്പോൾ ഇതിന്റെ ഉത്തരം 269. അപ്പോൾ ഈ ചോദ്യങ്ങൾ എല്ലാവർക്കും ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇനി ഫ്രാക്ഷൻസിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ ഫ്രാക്ഷൻസുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.